കാസർഗോട്ടേക്കാണ്. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. അരുൺ പാറയ്ക്കൽ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ. കാസർഗോഡ് എങ്ങനെയാണ്? നല്ല മഴയാണോ? കാസർഗോഡ് ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഇടവിട്ടുള്ള അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇന്നലെ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടുമൊക്കെ രൂക്ഷമായിരുന്നു. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവസാന നിമിഷമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. പ്രൊഫഷണൽ കോളേജുകളും അംഗൻവാടികളും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയുടെ പല നദികളും കര കവിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് നീലേശ്വരം, അതുപോലെ തന്നെ ഉപ്പള ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായി വരികയാണ്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ ഒരു ഭീതിയാണ്. അത് വല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബേബിഞ്ചയിലാണ്. ഇന്നലെ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായ ആ പ്രദേശമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതിപ്പോഴും ഈ ഭാഗത്തെ ജനങ്ങൾ ആ ഭീതി തുടരുന്നു എന്നതാണ്. ആ മുകൾ വശത്തേക്ക്, ആ കുന്നിന് മുകൾ വശത്തേക്ക് ആ വീടുകളുണ്ട്. ആ വീട്ടിലുള്ള ആളുകൾക്ക് അവർക്ക് എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഇപ്പോഴും അറിയാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. നേരത്തെ ജില്ലാ കളക്ടർ ഇടപെട്ട് ഈ വീടൊക്കെ കമ്പനി തന്നെ ഏറ്റെടുത്ത് അവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്നൊക്കെ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അത് 11 മാസം മുൻപ് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടും അതിലൊന്നും ഇപ്പോഴും ഒരു പരിഹാരമുണ്ടായിട്ടില്ല. ആ വീടിൻ്റെയൊക്കെ താഴെയുള്ള ആ ഭാഗം അങ്ങനെ താഴേക്ക് ഇടിഞ്ഞു വരുന്ന ഒരു അവസ്ഥ ഇന്നലെ നമ്മൾ ആ CCTVയിലും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ താഴേക്ക് ഇടിഞ്ഞു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അത്രത്തോളം അതിഭയാനകമായ ഭീകരമായ അവസ്ഥ ഈ കുന്നിടിയുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഇതിലൊന്നും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. ഈ കാസർഗോഡ് ജില്ലയിൽ ദേശീയപാത കടന്നു പോകുന്ന 5 ഇടങ്ങളിലാണ് ഇങ്ങനെയുള്ള അപകട ഭീഷണിയുള്ളത്. അതിപ്പോൾ ഞാൻ നിൽക്കുന്ന ബേവിഞ്ച, തെക്കിൽ, ചട്ടഞ്ചാൾ, വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് എന്നിവിടങ്ങളിലാണ്. ഈ ബേവിഞ്ചയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ബേവിഞ്ചയിൽ ഇവർ ഈ സോയിൽ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. അത് ഈ കമ്പിയൊക്കെ ഇട്ട് കുറച്ച് കനത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ വീരമലക്കുന്നിലും മട്ടലായിക്കുന്നിലും ഒന്നും ഈ സോയിൽ ലൈനിങ് അതൊന്നുമില്ല. വെറുതെ ഒരു സിമെൻ്റ് ഇങ്ങനെ തേച്ചു പോയൊരവസ്ഥയാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മണ്ണിടിഞ്ഞെങ്കിൽ അവിടെയൊക്കെ ഇനി എന്ത് സംഭവിക്കുമെന്നൊരു ഒരു ഭയം ജനങ്ങൾക്കുണ്ട്. എന്തായാലും ആ ഭയത്തിനൊരു പരിഹാരമുണ്ടാവണം. ഇപ്പോൾ അതിശക്തമായ മഴ, ഇടവിട്ടുള്ള ശക്തമായ മഴ കാസർഗോഡ് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നു.